നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ അടുത്ത റിസൾട്ട് വന്ന LPSA UPSA പരീക്ഷകളിൽ മലപ്പുറം ജില്ലയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ഹിബയാണ്. അപ്പോൾ ആദ്യം തന്നെ ഹിബ വലിയൊരു കൺഗ്രാറ്റ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ്. ജോലി നേടാൻ പറ്റുന്ന ഒരു ലിസ്റ്റിലേക്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. പക്ഷെ ഹിബ കരസ്ഥമാക്കിയിരിക്കുന്നത് വലിയൊരു നേട്ടമാണ്. മലപ്പുറം ജില്ലയിൽ 3ാം റാങ്ക് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. ഹിബ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഹിബയുടെ ഒരു സന്തോഷം, ഇങ്ങനെ ഒരു റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു? എന്തായിരുന്നു ഫസ്റ്റ് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്? ഞാൻ കിട്ടുന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. റാങ്കിൽ വരുന്നും ഒന്നും ഇതില്ല. 2 റാങ്കിൽ LPയിലും UPയിലും വരുന്നേ പ്രതീക്ഷിച്ചില്ലായിരുന്നു. 2ലും വരാൻ സാധിച്ചു. പിന്നെ മലപ്പുറം അതിന്റെ ലിസ്റ്റ് അവസാനാണല്ലോ വന്നത്. ഓരോ ജില്ല വരുമ്പോ അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇത് അതിലുണ്ടാകും, ഓരോ ജില്ലന്റെ എടുത്തു നോക്കും. മലപ്പുറത്തിന്റെ കാത്തു നിൽക്കുകയായിരുന്നു. അവസാനാണ് വന്നത്. പിന്നെ അതില് പേര് കണ്ട് 3ാം റാങ്ക് വളരെ സന്തോഷമുണ്ട്. വരാൻ സാധിച്ചു. ഒരാഗ്രഹമായിരുന്നു PSC ലിസ്റ്റിൽ വരിക എന്നത്. അങ്ങനൊരു ഗവൺമെന്റ് ജോലി ഒരു സ്വപ്നമായിരുന്നു. അത് നേടിയെടുക്കാൻ സാധിച്ചു. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ആ ജില്ലയിൽ 3ാം റാങ്ക് നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉള്ള, പ്രത്യേകിച്ച് LPSA ആയാലും UPSA ആയാലും നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആദ്യമായിട്ടൊരു PSC പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, ആ ഒരു സിലബസ് കാണുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ആ ഒരു PSC പഠനത്തിലേക്കുള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആദ്യം എനിക്ക് PSC എന്ന് പറഞ്ഞാൽ എന്താ, അത് വലിയ കുറിച്ച് അറിവില്ലായിരുന്നു. PSCനെ കുറിച്ചിട്ടൊന്നും എന്താണ്. പിന്നെ ഞാൻ ഈ DLED കഴിഞ്ഞ ശേഷം PSC പഠിക്കാനായിട്ട് എയ്സിലാണ് ജോയിൻ ചെയ്ത്. അവിടെ എത്തിയ ശേഷമാണ് PSCന്റെ വാല്യൂ എന്താ മനസ്സിലായതോ, അതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതൊക്കെ. ഈ ഒരു റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ റാങ്കിലേക്ക് ഇപ്പൊ എയ്സിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി PSCയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റാങ്കിലേക്ക് എത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് എയ്സിൽ നിന്ന് ഹിബക്ക് കിട്ടിയിട്ടുള്ളത്? എന്തെല്ലാം ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അധ്യാപകരുടെ ആയാലും കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇന്നതായ പരിമിതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അവർ പരിഗണന തന്നിട്ടുണ്ട്. അതിന് എനിക്ക് വേണ്ട എല്ലാ കാര്യവും എയ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സാംസ്, അതായത് എനിക്ക് കൂടുതലെടുത്ത് പറയാനില്ല. ഈ വീക്കിലി എക്സാം നടക്കാറുണ്ട്. അത് വളരെ ഉപകാരമായിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ, ഓരോ അധ്യാപകരുടെ ക്ലാസ്, ഓരോ സബ്ജക്റ്റുമായിട്ടുള്ള ക്ലാസ് എല്ലാം നല്ല ഒരിതായിരുന്നു കിട്ടിയത് എയ്സിൽ നിന്ന്. ഓക്കെ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എയ്സിൽ ഏറ്റവും എൻ്റെ റാങ്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ഫാക്ടർ ഉണ്ടാവില്ലേ? ഇപ്പോൾ അധ്യാപകരുടെ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സാമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ റാങ്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ, ഈ 3ാം റാങ്ക് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ള എയ്സിലൊരു ഫാക്ടർ ഏതായിരുന്നു? അതെനിക്കൊന്ന് എക്സാം, പിന്നെ മെറ്റീരിയൽസ്, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് കുറേ ഉണ്ടായിരുന്നു. ഇതെല്ലാം, പിന്നെ അധ്യാപകരുടെ ക്ലാസ്സും, പിന്നെ അവരുടെ ചില മോട്ടിവേഷനും, എല്ലാ അധ്യാപകരും ക്ലാസ്സിൻ്റെ കൂടെ മോട്ടിവേഷനും അതൊക്കെ തരാറുണ്ട്. ഇതൊക്കെ എനിക്ക് ഇതിലേക്ക് സഹായിക്കട്ടെ. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ ഒരു PSCയിലേക്ക് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പഠനം എങ്ങനെ മുന്നോട്ട് പോകണം? അപ്പോൾ ഹിബയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നും അറിയാതെ, പിന്നെ ആ ഒരു എയ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നും അറിയാതെ വന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു പഠനം എങ്ങനെയായിരുന്നു? ഈ ഒരു ആദ്യം തുടങ്ങിയ സമയത്ത്, പിന്നീട് എക്സാമിലോട്ട് അടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പഠനം? അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു വിജയിച്ച ഒരാളുടെ ഒരു സക്സസ് അറിയാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹിബയുടെ പഠന രീതി എങ്ങനെയായിരുന്നു? എയ്സിൽ എത്തുന്നവരെ എനിക്ക് ഇതിനെ കുറിച്ചിട്ടും പിന്നെ എക്സാമിനെ കുറിച്ചിട്ടൊന്നും ഒരു ഇതില്ലായിരുന്നു. എയ്സിൽ എത്തിയ ശേഷം അതിനെ കുറിച്ചിട്ട് കുറേ മനസ്സിലാക്കി. പിന്നെ എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഇപ്പോൾ എയ്സിൽ എത്തിയ ശേഷം നമുക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഇന്ന രീതിയിൽ പഠിക്കണം, അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ഈ പഠിക്കുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഡിഗ്രിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ PSCക്കായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്തത്. അവിടുന്ന് എയ്സിലുള്ള മിസ്സ് പറയായിരുന്നു,
ഡിഗ്രിക്ക് ചേരുവാണെങ്കിലും ഇതിന് തന്നെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരിത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇതിനെ പ്രാധാന്യം കൊടുത്ത് പിന്നെ ഞാൻ 2 വർഷമായിട്ട് അവിടെ വയനാട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി കയറിയ ശേഷം പിന്നെ ഇതിന് ടൈമിങ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ എന്നാലും സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ എക്സാംസ് അങ്ങനെ ടെലിഗ്രാം അങ്ങനത്തെ ഓൺലൈൻ പരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ ജോലിൻ്റെ ഇടയിലാണെങ്കിലും നോക്കാൻ സാധിച്ചു. പിന്നെ അവിടെ ജോബിൻ്റെ ഇടയിലാണെങ്കിലും ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ ഇതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ഹിബ പറഞ്ഞു ജോലി ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പഠിച്ചത് അല്ലേ? ഇപ്പോൾ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ജോലിയും അതുപോലെ പഠനം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ചില ആളുകൾ ജോലിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പഠനം ഒന്ന് പിന്നിലോട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരുടെ സംശയമാണ്. അത് LP UP എന്നുള്ളതല്ല, ഏതൊരു PSC ഉദ്യോഗാർത്ഥിയുടെയും ഒരു സംശയം തന്നെയാണ് ജോലിക്കൊപ്പം തന്നെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ അത് ഹിബ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഞാൻ അവിടെ വർക്ക് കൂടുതലാവും സ്കൂളിലാവുമ്പോൾ, പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ടൈം കിട്ടും. ആ കിട്ടുന്ന ടൈമിൽ സ്കൂളിലോട്ട് ഈ സ്റ്റഡി മെറ്റീരിയൽസും അങ്ങനെ പലതും കയ്യിൽ കരുതിയിട്ടായിരിക്കും പോവുക. കിട്ടുന്നത് എപ്പോഴോ അപ്പോൾ നോക്കും. ഇനിയിപ്പോൾ മൊബൈലിലാണെങ്കിലും ബുക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൊബൈലിലെങ്കിലും നോക്കിയിട്ട് ഫോണിൽ നോക്കിയിട്ട് ഉള്ള ആ ക്വസ്റ്റ്യൻസും അതൊക്കെ നോക്കാറുള്ള അങ്ങനെയും നോക്കാറുണ്ട്. LPSTയിലും UPSTയിലും ഒരേ റാങ്ക് തന്നെ നിലനിർത്താൻ സാധിക്കുകയാണ് 3-ാം റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ LPSTയിലേക്ക് ജോയിൻ ചെയ്ത് തുടങ്ങുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഹിബക്ക് കൊടുക്കാൻ പറ്റുന്ന ഹിബയുടെ ലൈഫിൽ നിന്ന്, ഹിബ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സീറോന്ന് ഹീറോ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റക്കായി ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ജോലിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന അത് PSC ഏതോ ആയിക്കോട്ടെ, അവർക്ക് ഹിബക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും ഈ PSCക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എവിടെയെങ്കിലും നമുക്ക് കുറച്ച് ടൈമെങ്കിലും കിട്ടാതിരിക്കില്ല. എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ ഇത് പഠിക്കാനും ഇതിനും പ്രാധാന്യം കൊടുക്കുക. ജോലി അതിൻ്റെ കൂടെ അങ്ങനെ പോവുക, ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ എവിടെയൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ PSCക്ക് പ്രാധാന്യം കൊടുക്കുക, പഠിക്കുക. അതെ, വയനാട്ടിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. പിന്നീട് എപ്പോഴാണ് എനിക്കൊരു PSC എഴുതിയിട്ട് തന്നെ ഒരു ജോലിയിലേക്ക് എത്തണം, ആ ഒരു എയ്ഡഡ് ജോലിയിലേക്ക് എത്തിയ വഴി എങ്ങനെയായിരുന്നു? പിന്നീട് എപ്പോഴാണ് മനസ്സിലായത് ഒരു PSC എഴുതിയിട്ട് തന്നെ എനിക്കൊരു ജോലി വേണം എന്നുള്ള ആ ഒരു ചിന്ത എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. സോ അതിനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ DLEDന് ചേരുന്ന ടൈമിൽ എനിക്ക് ടീച്ചിങ്ങിൻ്റെ ഒരു PSC എഴുതണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ DLEDന് ചേർന്നിട്ടുള്ളത്. PSC എഴുതി ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ള രീതിയിൽ തന്നെ അതിന് ചേർന്നതോ. DLED കഴിഞ്ഞ് പിന്നെ ആ രീതിയിൽ ഡിഗ്രിക്ക് ടൈം ആയില്ലായിരുന്നു. എനിക്ക് സമയം ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ PSCക്കാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ PSC ജോയിൻ ചെയ്ത് പിന്നെ അതിനിടയിലാണ് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വഴി പിന്നെ എയ്ഡഡ് സ്കൂൾ അവിടെ വയനാടാണ് എത്തിപ്പെട്ടത്. അവിടെ എത്തിയ ശേഷമാണ് ഈ LP UP എക്സാം ഞാൻ എഴുതിയത്. ആ സമയത്താണ് വന്നതിന് മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള പഠനം അവിടെയായിരുന്നു. ഈ ജോബിനിടയിലൂടെ ആയിരുന്നു ബാക്കിയുള്ള പഠനമൊക്കെ. പിന്നെ അവിടുന്ന് LP എഴുതി, UP എക്സാം എഴുതി. പിന്നെ ഈ റിസൾട്ട് വരുന്ന വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നു. ഇപ്പോൾ LPST 3-ാം റാങ്ക് ആയിരുന്നു. അഡ്വൈസ് വന്നു. അതിന് 3 മാസത്തിനുള്ള അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ടായിരുന്നു. 3 മാസം കൃത്യം അപ്പോയിൻമെൻറ്റ് വന്നു. ഇപ്പോൾ കുറ്റിപ്പുറം കാട്ടിലങ്ങാടി സ്കൂളിൽ LPST ജോയിൻ ചെയ്തു. ഉണ്ട്. എയ്ഡഡ് ആവുമ്പോൾ വർക്ക് കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ഇത് വലിയൊരു സ്കൂളാണ്, കൂടുതൽ കുട്ടികളുള്ള സ്കൂളാണ്. ഓരോ ക്ലാസ്സിലും 5-6 ഡിവിഷനൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ട്, വർക്കൊക്കെ കുറേ ഉണ്ടാകും. അപ്പം അതിനിടയിലൂടെയാണ് ഈ PSC ഇതെല്ലാം കൊണ്ടുപോയതും. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഒരു ഇമോഷണൽ, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട്, സോഷ്യലി ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അവരുടെ ഒരു വിജയത്തിൽ എന്ന് പറയുന്നത്. ഹിബനെ സംബന്ധിച്ച് ഹിബയുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതുപോലെ നമ്മൾ ഒരുപാട് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവും, അവിടെ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലിൻ്റെ സപ്പോർട്ട് പറഞ്ഞാൽ അമ്മയും എപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. എന്നേക്കാൾ ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് ഞാനൊരു ഗവൺമെൻറ് ജോബ് വാങ്ങാം, അത് LP UP ലിസ്റ്റിൽ വരിക എന്നുള്ളത് അവർ ആഗ്രഹിച്ചൊന്നായിരുന്നു.
അത് നേടിയെടുക്കാൻ പറ്റി. അതുപോലെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തു, അവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. ഈ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു, അത് എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷൻ തന്നെയാണ്. കാരണം ലോകത്തെ എല്ലാ മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും ടീച്ചിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്? ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നത്. പിന്നെ എൻ്റെ ഫാമിലി ഒരു ടീച്ചേഴ്സാണ്, ഏകദേശം എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പൊ അവരുടെ കാണുമ്പോൾ എനിക്ക് അതേപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും നേടിയെടുക്കാൻ സാധിച്ചു. ഓക്കെ. അപ്പോൾ LPSA ആയി, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും UPSC ടീച്ചറായിട്ട് അപ്ഗ്രേഡ് ആവും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ? ഇനിയിപ്പോൾ HSA നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ HSST നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരു LP UP ആ രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുകളിലോട്ട് പോകാൻ വലിയ ആഗ്രഹമില്ല, ഈ LP UP അതില് താല്പര്യമുള്ളൂ. ഓക്കെ ഓക്കെ. ചെറിയ മക്കളെ പഠിപ്പിക്കുക, അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇനി അടുത്ത LPSA UPSA എഴുതാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹിബയ്ക്ക് ഈ 3-ാം റാങ്കിലേക്ക് എത്താൻ സാധിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹിബ എങ്ങനെയായിരുന്നു പഠനം കൊണ്ടുപോയത്? അതുപോലെ തന്നെ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ടൈമിങ് അത്യാവശ്യം, പഠിക്കുന്ന ടൈം. അതെ, പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. ചിലർക്ക് രാവിലെ പഠിച്ചാലായിരിക്കും മനസ്സിലാകുക, ചിലർക്ക് രാത്രി പഠിച്ചാലായിരിക്കും മനസ്സിലാകുക. എനിക്ക് കൂടുതൽ രാത്രി, രാവിലേക്കാളും രാത്രിയാ കൂടുതൽ ഞാൻ ടൈം കൊടുക്കാറ്. രാത്രി കൂടുതൽ സമയം ഇരിക്കാറുണ്ട്. പിന്നെ ഈ ഒഴിവ് ദിവസങ്ങളിൽ സൺഡേ സാറ്റർഡേ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കും. ടൈമിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഹിബ ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നതിൽ പ്രധാന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എയ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ എയ്സിലേക്ക് ഉള്ള ഒരു യാത്ര എങ്ങനെയാണ് എയ്സിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് ഒന്ന് പറയാം. എയ്സിലേക്ക് ഞാൻ DLED കഴിഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞല്ലോ ചേരാന്ന് കരുതിയിരുന്നു. അതിനിടയിൽ പിന്നെ ഡിഗ്രിക്ക് കഴിയാത്തതുകൊണ്ട് PSC ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കസിനാണ് ഇങ്ങനെ മലപ്പുറം ഒരു സ്ഥാപനം ഉണ്ട്, എയ്സ് ആണ്. അപ്പൊ കസിൻ തന്നെയാണ് എന്നെ അവിടെ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും. പിന്നെ എയ്സിന്ന് എല്ലാ സപ്പോർട്ടും ഇതുവരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്ക് എല്ലാ സപ്പോർട്ടും എല്ലാം ഉണ്ട്, അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് എയ്സിനോട് ഈ ഒരു ഇതിൽ എത്താൻ സാധിച്ചത് അല്ലേ? വളരെ നന്ദി പറയും. ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഒരു 3-ാം റാങ്ക് കിട്ടിയത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഈ 3-ാം റാങ്ക് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതാണ് ഹിബ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും എയ്സിന് വളരെയധികം സന്തോഷമുണ്ട്. എയ്സിൻ്റെ ആ ഒരു പ്രശസ്തി ആ ഒരു ഹിബയിലൂടെ ഉയർത്താൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിബയുടെ വലിയൊരു പാഷൻ തന്നെയായിരുന്നു, ചെറുപ്പം തൊട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണ്. ഒരു ടീച്ചേഴ്സ് ഫാമിലിയാണ് അല്ലേ? അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ടീച്ചർ ഉദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടീച്ചറായിട്ടുള്ള LPSA അഡ്വൈസ് വന്നു ജോലിക്ക് കയറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ എടുത്ത ശേഷം എന്തായാലും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടാവില്ല കുട്ടികളുമായിട്ട്. എന്താണ് ആദ്യ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, കുട്ടികളുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? കുട്ടികളായിട്ട് നല്ല എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളിലും വല്ലാണ്ട് ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതെ, മറ്റേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മള് ടീച്ചിങ്ങിലോട്ട് കടക്കുന്ന ടൈമില് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അതെനിക്ക് ഇവിടെ ജോയിൻ ചെയ്ത ശേഷം അങ്ങനെയൊന്നുമില്ല, കാരണം 2 വർഷം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഹിബ വലിയൊരു നേട്ടമാണ്, 3-ാം റാങ്ക് നേടാൻ സാധിച്ചു. അതിലൂടെ എയ്സിൻ്റെ പേര് ഹിബയിലൂടെ ആ ഒരു പ്രശസ്തി വരിക തന്നെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. സോ അതെല്ലാം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കും. അപ്പോൾ മോൾക്ക് എന്തായാലും ജോലി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടി, മോൾക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ജോലി കിട്ടിയത്